ഞാനെപ്പോഴും മാതാപിതാക്കളോട് പറയാറുള്ള കാര്യമാണ്, മാതാപിതാക്കളെ, നിങ്ങളാണ് കുടുംബത്തിലെ മക്കളുടെ ആദ്യത്തെ പാഠപുസ്തകം. സ്കൂളിലൊക്കെ പോകുമ്പോൾ രണ്ടാമത്തെ പാഠപുസ്തകമാണ്. ആദ്യത്തെ എഴുതി വെച്ചിട്ടില്ലാത്ത പാഠപുസ്തകം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ അപ്പനും അമ്മയാണ്. ആ പാഠപുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവനും തെറ്റാണെങ്കിലോ? ആ പാഠപുസ്തകത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം കുഞ്ഞുങ്ങളെ മുറിപ്പെടുത്തുന്നതും വിശ്വാസത്തിൽ നിന്ന് ക്ഷയിപ്പിക്കുന്നതും പാപത്തിന് നിർബന്ധിക്കുന്നതും അശുദ്ധിയിലേക്ക് വലിച്ചിഴക്കുന്നതുമാണെങ്കിലോ? പിന്നെ എങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ ചിന്തയെയും ബുദ്ധിയെയും വരും കാലങ്ങളിൽ അവരുടെ വൈകാരികതയും രൂപപ്പെടുത്താൻ പറ്റില്ല. മനഃശാസ്ത്രം പോലും പറയുന്നത് ഒരു കുഞ്ഞിന്റെ അടിസ്ഥാന വളർച്ച സംഭവിക്കുന്നത് ആദ്യത്തെ 7 വയസ്സിലാണ്. അത് കഴിഞ്ഞാൽ വലിയ അടിസ്ഥാന മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ പിന്നെ അതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഒരുവനിൽ പ്രവർത്തിക്കും, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഒരു അടിസ്ഥാന സ്വഭാവത്തിൽ വരെ മാറ്റമുണ്ടാകും, അല്ലെങ്കിൽ ഒരിക്കലും മാറില്ല. അതുകൊണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ നിർബന്ധമായും എഴുതി ചേർക്കേണ്ടതും നിർബന്ധമായും ഒഴിവാക്കേണ്ടതുമായ ചില വിഷയങ്ങളുണ്ടെന്ന് കുടുംബത്തിലെ മാതാപിതാക്കൾ എപ്പോഴും അറിഞ്ഞിരിക്കും.